നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ടെമ്പിൾ വ്ളോഗാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് തിരുവനന്തപുരം ചാക്കയിൽ പാർവതി പുത്തനാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലാണ്. കരിക്കകം ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശക്തിപീഠം എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം തന്ത്രശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ചാമുണ്ഡി ഉപാസനയ്ക്ക്. പഴയകാലത്ത് ഈ പ്രദേശം കാടുകളും കാവുകളും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അവിടെ ദേവിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ക്ഷേത്രം സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദേവീ സങ്കല്പത്തെ 3 ഭാവങ്ങളിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം എന്നതാണ്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാചാമുണ്ഡിയാണ്, ശക്തിയും സംരക്ഷണവും നൽകുന്ന രൂപം. രണ്ടാമത്തേത് രക്തചാമുണ്ഡി, ഉഗ്രസ്വരൂപം, ശത്രുനാശം, ദോഷനിവാരണം, ഗുരുതി പൂജ ഇവിടെ വളരെ ശക്തമാണെന്നാണ് വിശ്വാസം. അടുത്തത് ബാലചാമുണ്ഡിയാണ്, സാന്ത്വന സ്വരൂപമാണ്. കുട്ടികളുടെ ആരോഗ്യത്തിനും കുടുംബശാന്തിക്കും വേണ്ടി ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുതി പൂജ ദേവിയുടെ ഉഗ്രശക്തിയെ പ്രസാദിപ്പിക്കാൻ നടത്തുന്ന പ്രത്യേക പൂജയാണ്. സാധാരണയായി ശത്രുദോഷം, ദൃഷ്ടിദോഷം, മാനസിക സംഘർഷങ്ങൾ എന്നിവ മാറാൻ ഭക്തർ ഇവിടെ വന്ന് ഈ ഗുരുതി പൂജ നടത്തുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ ഫലം കിട്ടും എന്നാണ് വിശ്വാസം. ഗുരുതി പൂജയ്ക്ക് ശേഷം ജീവിതത്തിൽ മാറ്റം വന്നതായി ഭക്തർ പറയാറുണ്ട്. പ്രശ്ന സമയത്ത് ആളുകൾ നേരിട്ട് ഇവിടെ എത്തുന്നു. വിശ്വാസത്തോടെ തേടിയെത്തുന്ന ഭക്തരുടെ ദോഷങ്ങൾ നീക്കി ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ദേവി എന്നാണ് വിശ്വാസം. പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ ഒരാശ്വാസം തേടുന്നവർ കരിക്കകം ചാമുണ്ഡി ദേവിയുടെ സന്നിധിയിലെത്തുന്നു. ദേവി കൈവിടില്ല എന്ന വിശ്വാസത്തോടെ. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഗുരുതി പൂജ, രക്തപുഷ്പാഞ്ജലി, ഐശ്വര്യ പൂജ, ആയില്യ പൂജ എന്നിവയാണ്. പ്രത്യേകിച്ച് ഗുരുതി പൂജ ദോഷനിവാരണത്തിന് ഏറെ പ്രശസ്തം. ഒന്നാമത്തെ നടയായ മഹാചാമുണ്ഡിയുടെ നടയിൽ 13 വെള്ളിയാഴ്ച തുടർച്ചയായി എത്തി രക്തപുഷ്പാർച്ചന നടത്തിയാൽ കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. രണ്ടാമത്തെ നടയായ രക്തചാമുണ്ഡിയുടെ നട പൂജാ സമയങ്ങളിൽ മാത്രമേ സാധാരണ തുറക്കാറുള്ളൂ. എന്നാൽ ഭക്തജനങ്ങൾ 151 രൂപ പിഴയടച്ച് ദേവിയുടെ നട തുറപ്പ് നേർച്ച നടത്താറുണ്ട്. അത് ഇവിടത്തെ ഒരു പ്രധാന നേർച്ചയാണ്. എല്ലാ ദിവസവും രാവിലെ 7:15 മുതൽ 11 മണി വരെയും വൈകുന്നേരം 4:45 മുതൽ 6 മണി വരെയും ഇങ്ങനെ നട തുറപ്പ് നടത്താം. ആ സമയത്ത് ദേവിയുടെ തിരുനടയുടെ ഏറ്റവും അടുത്ത് പോയി നിന്ന് ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ക്ഷേത്രത്തിൽ ആ സമയത്തിലുള്ള മറ്റുള്ള ഭക്തജനങ്ങൾക്കും അപ്പോൾ അവിടെ പോയി രക്തചാമുണ്ഡിയെ കണ്ട് തൊഴാൻ അവസരം കൊടുക്കാറുണ്ട്. ഇങ്ങനെ നടതുറപ്പ് വഴിപാട് നടത്തുന്നത് കുടുംബ സമാധാനത്തിനും കളവ് മുതൽ തിരികെ കിട്ടാനും ദൃഷ്ടിദോഷം മാറാനും ശത്രുദോഷം മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ്. 600-ൽ പരം നടതുറപ്പ് നേർച്ചകൾ നടന്നിട്ടുള്ള ദിവസങ്ങൾ പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സൗമ്യഭാവത്തിലുള്ള ബാലചാമുണ്ഡിയെയാണ് 3ാമത്തെ നടയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള നേർച്ചകൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയാണ് വിശ്വാസികൾ കൂടുതലും ഇവിടെ എത്തുന്നത്. സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങളും ദോഷങ്ങളും ഒക്കെ മാറ്റിക്കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്. രക്തചാമുണ്ഡിയുടെ നടതുറപ്പ് നേർച്ച നടത്തുന്ന പോലെ തന്നെ ബാലചാമുണ്ഡിയുടെയും നടതുറപ്പ് നേർച്ച ഇവിടെ ഭക്തർ നടത്താറുണ്ട്. കുഞ്ഞുങ്ങളുടെ ചോറൂണ്, തുലാഭാരം ഒക്കെ ഭക്തർ ഇവിടെ നേർച്ചയായി നടത്തുന്നുണ്ട്. കരിക്കകം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് തണ്ണീർക്കുടം പൂജയാണ്. വിശുദ്ധ ജലം നിറച്ച കുടങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നു. കുടങ്ങൾ അലങ്കരിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയോ പ്രദക്ഷിണമായി കൊണ്ടുപോകുകയോ ചെയ്യാം. പിന്നീട് ഈ ജലം ദേവിയുടെ അനുഗ്രഹമായി വിശ്വാസികൾക്ക് വിതരണം ചെയ്യാറുണ്ട്. ശരീര മനഃശാന്തിക്കായും രോഗശമനത്തിനായും പ്രാർത്ഥിക്കാനും കുടുംബ സൗഖ്യത്തിനും സമൃദ്ധിക്കും ദോഷനിവാരണത്തിനുമാണ് ഭക്തജനങ്ങൾ ഈ വഴിപാട് ദേവിക്ക് നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാറി ചാക്ക എന്ന സ്ഥലത്താണ് കരിക്കകം ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.